ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്ന അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ചൂടാക്കുക കേട്ടോ. അപ്പം ബീഫ്, അതേപോലെ ഈ ചെമ്മീനൊക്കെ ഞാൻ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനല്ല, എൻ്റെ അടുത്തമ്മ, അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ, അതായത് എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ്റെ വൈഫ് ഇതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് തലേ ദിവസം ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന് പോയപ്പോൾ ചേച്ചി അമ്മയും കൂടിയിട്ടാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ നീക്കിയത്. അപ്പോൾ കൊണ്ടുവരാനുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ തലേദിവസമല്ല, ഒരു കുറേ നാൾ മുന്നേ തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ അടക്കി പെറുക്കി വെച്ചിരുന്നു. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടിൽ പോകുമ്പോൾ ഒരു പെട്ടി കൊടുത്ത് വെച്ചിരുന്നു. പിന്നെ അച്ഛനാണ് കേട്ടോ പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ കിട്ടിയതുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന കപ്പ കൊണ്ടുവന്നിട്ടുണ്ടോ. അപ്പോൾ അത് ഞാൻ കപ്പ ഇങ്ങനെ എന്താ പറയുക, കടുകൊക്കെ പിടിച്ചുണ്ടാക്കല്ലേ, നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ പറയുന്നത് കൊള്ളിസ്റ്റു എന്നാട്ടാ. അങ്ങനെ കൊള്ളിസ്റ്റു ഒക്കെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല സങ്കടം ഉണ്ടാകുന്നുണ്ട്. അതേ പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ഹൗസ് വാമിങ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്, അത് കൊടുങ്ങല്ലൂർക്ക് തിരിച്ചു വന്നത്. മലപ്പുറത്തായിരുന്നു ചേച്ചിയുടെ വീട്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കൂടി എൻ്റെ കൂടെ തന്നെ വന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഹൗസ് വാമിങ് ആയിരുന്നു. അപ്പോൾ ഹൗസ് വാമിങ് ജസ്റ്റ് ഞാൻ പോകുന്നതിന് മുന്നേ ഒന്ന് ചെറിയൊരു ചടങ്ങ് പോലെ നടത്തിയിട്ട് തിരിച്ച് അവർ തറവാട്ടിൽ തന്നെ പോയിട്ട് പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഏപ്രിൽ കയറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, അന്ന് ഉച്ചയ്ക്ക് തന്നെ പാൽ കാച്ചി ഉച്ചയ്ക്ക് തന്നെ അവർക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത പെൺകുട്ടി വയസ്സറിയിച്ചു. അപ്പോൾ അത് കാരണം പിന്നെ അവർ അവിടെ നിന്ന് മാറിയൊന്നുമില്ല കേട്ടോ, അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം ഉണ്ടായിരുന്നു. നല്ലൊരു എനിക്ക് ആദ്യം കിട്ടിയത് അവൾ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു അവളുണ്ടായുള്ളത്. അപ്പോൾ അവളെ ഞാൻ ക്ലാസ്സിനൊക്കെ പോയി വന്നിട്ടും അതുപോലെ ക്ലാസ്സിന് പോയിട്ട് മുന്നേ രാത്രിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവൾ ഉറങ്ങാണ്ടിരിക്കുമ്പോഴൊക്കെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് നല്ല വിഷമമുണ്ടാകും. ഞാൻ ഇപ്പോഴും ഞാൻ വിളിച്ച് കരയും കേട്ടോ. അവൾ പോരുമ്പോൾ ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയെന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പോകുന്നത്. അപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഏട്ടന് മറക്കുക കേട്ടോ ഇടയ്ക്കും. അപ്പോൾ സ്നേഹപ്രകടനം വന്നത്, പക്ഷേ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വേഗം മാറി നിന്നു കേട്ടോ. അതുപോലെ ഭക്ഷണമൊക്കെ ശരിയാക്കിയതിനായിട്ടും ഫ്രണ്ട്സൊക്കെ വരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ തീരില്ലെന്ന് പറഞ്ഞപ്പോൾ വേഗം ആക്കി. അപ്പോൾ ഇത് ശിവൻ കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ഇതൊക്കെ. എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിവരെന്നൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ചില ആൾക്കാരെന്നെ ഇവർ കുഴപ്പമില്ല, ഇവരെ ഞാൻ നാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ശരണ്യ, അതുപോലെ ആൻ്റണി, ഇവർ കൊടുങ്ങല്ലൂർ മാളയിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ നാട്ടിൽ വെച്ച് കണ്ടിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ ക്യാമറ കണ്ടിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ള അക്രമമായിട്ട് ഈ കാണുന്നതൊക്കെ. അപ്പോൾ യൂട്യൂബ് ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷേ ക്യാമറ ഉള്ള കാരണം എല്ലാവർക്കും ഒരു ചെറിയ ചമ്മലുണ്ട് കേട്ടോ. അപ്പോൾ നീ ഇത് റെക്കോർഡിൽ ഇട്ടോക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ റെക്കോർഡ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് വേണ്ടതൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ്. അതുപോലെ ഇനി വേറെ ഫാമിലി കൂടി വരാണ്ട് കേട്ടോ. അപ്പോൾ അവരിൽ ശിവയുടെ ഒരു ബ്രദറും കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ അവരാദ്യമായിട്ടാട്ടോ ഞാൻ കാണുന്നത്, അവരെ ഫാമിലി. അപ്പോൾ അവർ വേണ്ടിയിട്ടുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് വന്നാലല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവരും വന്നിട്ട്. അപ്പോൾ ഇത് ജോഫി ചേച്ചിയാണ് ആദ്യം വരുന്നത്. ജോഫി ചേച്ചി പിന്നെ ഞാൻ പണ്ട് മുതലേ വരുമ്പോഴുണ്ടാവാറുണ്ട്. അപ്പോൾ ജോഫി ചേച്ചിനായിട്ട് എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇവരൊക്കെ ഒക്കെ തൃശ്ശൂർക്കാരാണ് കേട്ടോ ഒരുവിധമൊക്കെ. പിന്നെ ഇവരെവിടെയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അത് അനീഷിൻ്റെ ഫാമിലി. പിന്നെ ജോഫി ചേച്ചി, ബിജുവേട്ടൻ, അവരെ മോനുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞു എൻ്റെ ഫേസ് കാണിക്കരുത് ആൻറ്റി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അവന് അവൻ്റെ പഠിപ്പ് സംബന്ധമായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അവനക്ക്. പക്ഷേ അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആൾക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കത്തി വെച്ചിരിക്കുക കേട്ടോ. ക്യാമറ വരുന്നിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്യാമറ പല ആംഗിളിലും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുക്കളയിലായിരുന്നു. അപ്പോൾ ഇവർ പോസിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നില്ല കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നേരത്തെ ഞാനിത് കണ്ടിരുന്നത്. അങ്ങനെ തന്നെ അപ്പൂസ് ഞാൻ വേറെ ഭാഗത്ത്, എല്ലാവരും പറഞ്ഞു ക്യാമറ മാറ്റുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനൊരു ഭാഗത്ത് കൊണ്ടുവച്ചു. പക്ഷേ നല്ല തണുപ്പായിരുന്നു കേട്ടോ വന്നപ്പോൾ. ഞാൻ ഈ ഷൂസൊക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ സുപ്രയൊക്കെ വിരിച്ചു, ഭക്ഷണം കഴിക്കാൻ എല്ലാം കൊടുന്ന് ടേബിളമ്മ ചെരിഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മനഃപൂർവ്വം മറന്നതല്ല, പറ്റിപ്പോയിട്ടാ. അങ്ങനത്തെ ഒരു ഇതിൽ പറ്റിപ്പോയി. ഞാനിപ്പോഴും ഒന്നും ഇങ്ങനെ മിങ്കിളായി വരുന്നുള്ളൂ. എനിക്കൊരു ചെറിയ, സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പാറി നടന്നിട്ട് പെട്ടെന്ന് കൂട്ടിലടയ്ക്കുമ്പോൾ വിഷമമുണ്ടല്ലോ, അതുണ്ട്. മക്കൾക്ക് പിന്നെ കളിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ മക്കൾ നല്ല കളി തന്നെ കേട്ടോ. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് അടുക്കളയിൽ കുറച്ച് സാലഡും കൂടി അരിയാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവരെന്നെ അരിഞ്ഞിട്ടോ. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കത്തി വെക്കൽ തന്നെ ആയിരുന്നു കേട്ടോ. ചെറിയ കുഞ്ഞു വിശേഷങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യില്ലേ. അപ്പോൾ ചെറിയൊരു പ്രോഗ്രാം തട്ടിക്കൂട്ടുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ അന്നാവാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തു. അതൊക്കെയാണ് അന്നത്തെ വിശേഷം കേട്ടോ. താങ്ക് യു.